മലപ്പുറം താനൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 10,000 ലിറ്റർ സ്പിരിറ്റാണ് പുത്തൻ തെരുവിൽ വെച്ച് തിരൂർ എക്സൈസ് യൂണിറ്റ് പിടികൂടിയത്. തൃശൂർ ചാവക്കാട് വലപ്പാട് സ്വദേശികളായ സജീവ്, മനോജ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഗോവയിൽ നിന്ന് തൃശൂരിലേക്കാണ് സ്പിരിറ്റ് കൊണ്ടുപോയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയതെന്ന് മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് ഗോവയിൽ നിന്നും കൊണ്ടുവരിക എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ എക്സാക്ട് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഇത് തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതിലെ 2 പ്രതികൾ തൃശ്ശൂർക്കാർ തന്നെയാണ്. സ്വാഭാവികമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരിക്കണം ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇനി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിവാകുന്നതാണ്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ. തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നോ ഇത്രയധികം സ്പിരിറ്റ്? ഇത് സ്ഥിരം കടത്തുകാരാണോ? സുജിയ, അല്പസമയം മുമ്പാണ് തിരൂരിന്റെ എക്സൈസിന്റെ സ്ക്വാഡും അതുപോലെ തന്നെ ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി വലിയൊരു നീക്കം നടത്തിയത്. ആ നീക്കത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഏകദേശം 10,000 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കന്നാസുകളായി ഇപ്പോൾ പ്രാഥമികമായി ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം താനൂരിലാണ് വൻ സ്പിരിറ്റ് വേട്ട നടന്നത്. ചവിട്ടി നിൽക്കുന്നതൊക്കെ സ്പിരിറ്റിന്റെ പുറത്താണ്. മലപ്പുറത്താണ് ഈ വൻ സ്പിരിറ്റ് വേട്ട എന്ന് പറഞ്ഞാൽ 10,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരിക്കുകയാണ്. പുത്തൻ തെരുവിൽ വെച്ചാണ് തിരൂർ എക്സൈസ് യൂണിറ്റ് പിടിച്ചെടുത്തത്. ആ വെള്ള കന്നാസുകൾ, നീല കന്നാസുകൾ 300 എണ്ണം. അതിൽ 10,000 ലിറ്റർ സ്പിരിറ്റുമായി തൃശൂർ ചാവക്കാട്ടേക്കാണോ ഇത് പോയിരുന്നത് എന്നതാണ് അറിയേണ്ടത്. വലപ്പാട് സ്വദേശികളായ സജീവും മനോജുമാണ് ഈ സ്പിരിറ്റ് കന്നാസുകളുമായി പോയത്. അവരെ ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗോവയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്ന സ്പിരിറ്റ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലപ്പുറത്ത് 10,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. അഷ്കർ അലി നമുക്കൊപ്പമുണ്ട്. അഷ്കർ അലി, ഇത് സ്ഥിരമായി ഈ ഒരു റൂട്ട് വഴി സ്പിരിറ്റ് കടത്തുന്ന സംഘമാണോ? ഇപ്പോൾ അവർ പിടിയിലായി എന്നത് മാത്രമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കിയത് കേസിൽ കൂടുതൽ പ്രതികളുണ്ടാവുമെന്നാണ്. കാരണം അത്രയധികം അളവിലാണ് ഇവിടെ നിന്നും ഇപ്പോൾ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. ഈ 300ഓളം കന്നാസുകളിലായിട്ടാണ് ഏകദേശം 10,000 ലിറ്റർ സ്പിരിറ്റ് കടത്താൻ പ്രതികൾ ശ്രമിച്ചിരുന്നത്. നേരത്തെ മലപ്പുറം കൊളപ്പുറത്ത് വെച്ചും ഏകദേശം 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടകളിൽ ഒന്നായിരുന്നു. അതിന് തൊട്ട് പിന്നാലാണ് ഇപ്പോൾ മലപ്പുറം താനൂർ പുത്തൻതെരുവിൽ ദേവദാർ ഓക്കെ, 10,000 ലിറ്റർ സ്പിരിറ്റ് ആണ് പിടികൂടിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം ന്യൂസ് നൈറ്റിലൂടെ ഇപ്പോൾ അഷ്കർ അലി കരിമ്പ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നീല വെള്ള നിറമുള്ള കന്നാസുകളിൽ 10,000 ലിറ്റർ സ്പിരിറ്റ് അങ്ങ് ഗോവയിൽ നിന്ന് നേരെ തൃശൂരിലെ ചാവക്കാട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ കൂടുതൽ കടുപ്പിക്കുകയാണിപ്പോൾ എക്സൈസ്.